എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് റിസൾട്ടും സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ടും നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു +1 പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് റിസൾട്ടും അതുപോലെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സൈഡിലായിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ ലിങ്കുകളിലൂടെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിച്ചിട്ടുണ്ട്, ആ ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് അതത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. ഞാനിപ്പോൾ മെറിറ്റ് സീറ്റിലേക്ക് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്തതായിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അത് കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ പോയ ശേഷം ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ജില്ല എന്നിവ കൊടുക്കുന്നു. എന്നിട്ട് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകും. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കാണാൻ പറ്റും സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്നുള്ളത് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, ആദ്യമായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹയർ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ്റെ മുകളിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്ന ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് പുതിയൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെന്റ് എന്നാണ് കാണാൻ പറ്റുക. നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുകയോ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ നേടുകയോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ഇതിനു മുമ്പ് നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണോ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എവിടെയാണോ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് അടച്ച് പെർമനന്റ് അഡ്മിഷൻ ആക്കുക. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതോ ഒരു ഓപ്ഷൻ ആദ്യമായിട്ടാണ് കിട്ടിയത്. അതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നാലും സെക്കൻഡ് ഓപ്ഷൻ അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല, പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടിയതെന്ന് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ തേർഡ് അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റിൻ്റെ ലെറ്റർ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ ജൂൺ 29-30 തീയതികളായിട്ട് അഡ്മിഷൻ നേടാവുന്നതുമാണ്. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ചപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾ ടെമ്പററിയോ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടി ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തി. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കിട്ടിയ സീറ്റിലേക്ക് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. അതിപ്പോൾ നിങ്ങൾ ആദ്യം ടെമ്പററി അഡ്മിഷൻ നേടുകയോ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയോ ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം, അതായത് ആ ഒരു സീറ്റ് ആണെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. പുതുതായിട്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ തേർഡ് അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനാൽ കാണാൻ പറ്റും. ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ ആ ഒരു പുതുതായിട്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ കിട്ടിയത് അവിടേക്ക് പോയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. മുമ്പ് നിങ്ങൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സീറ്റിൽ തുടരാൻ പുതിയ ഒരു ഓപ്ഷനിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ആദ്യത്തെ സീറ്റിൽ തുടരാനായിട്ട് പറ്റുന്നതല്ല. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് കണ്ടിട്ടുണ്ടാവും. നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ഞാനിവിടെ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഹയർ ഓപ്ഷൻസ് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷവും ഞാൻ ടെമ്പററി ആയിട്ട് തുടർന്നിരുന്ന ആ ഒരു സ്കൂൾ ഏതാണോ ആ ഒരു കോഴ്സ് ഏതായിരുന്നോ അവിടേക്ക് പോയിട്ട് ഞാൻ
അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഓപ്ഷനിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി അടുത്ത സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. എന്നിട്ട് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുത്ത് വേണ്ട, പുതുതായിട്ട് ഇപ്പോൾ കൊടുത്ത എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ട് വേണം ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട്. ഇനി നിങ്ങൾക്ക് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ഡൗട്ടായിരിക്കും, അതായത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഞാനിപ്പോൾ ടെമ്പററിയോ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു, എന്നാൽ എനിക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പുതിയൊരു ഓപ്ഷനിലേക്ക് സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലാണ് കിട്ടിയത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ എനിക്ക് എന്ന സ്കൂളിൽ കൊമേഴ്സ് കിട്ടി. ഇനി എനിക്കിപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 2ാമത്തെ ഓപ്ഷനിൽ എന്ന സ്കൂളിൽ എനിക്ക് കിട്ടിയത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് ആയതുകൊണ്ട് ഞാൻ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയായാലും തേർഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലാണ് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനും നിർബന്ധമാണ്. സെയിം സ്കൂളിൽ തന്നെ വേറൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ട് വരുന്ന പൈസ അടച്ച്, നിങ്ങൾ മുമ്പ് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തതെങ്കിൽ അധികമായിട്ട് വരുന്ന പൈസ നിങ്ങൾ അടച്ചാൽ മതി. അതേസമയം മുമ്പ് നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിക്കഴിഞ്ഞാലും സെയിം സ്കൂളിലാണെങ്കിലും വേറെ സ്കൂളിലാണെങ്കിലും നിർബന്ധമായിട്ടും പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതിന് നിങ്ങളുടെ അപേക്ഷയിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് സമർപ്പിക്കേണ്ടതും അതിനുശേഷം അപേക്ഷയിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകളൊക്കെ തിരുത്തേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ പുതുക്കിക്കൊണ്ട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.